ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീനിൻ്റെ മുട്ട തോരനാണ്. അതിന് മീനിൻ്റെ മുട്ട എന്തായാലും ആവശ്യമുണ്ട്. ഇനി അടുത്ത ആവശ്യമുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. ഒരു മീഡിയം സൈസ് സവാള ഉള്ളി വേണം. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്. എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ 2 കഷ്ണം ഇഞ്ചി. അപ്പോൾ അതിനായിട്ട് നമുക്ക് മീനിൻ്റെ മുട്ടയൊക്കെ നമുക്കൊന്ന് കഴുകിയെടുത്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ മീനിൻ്റെ മുട്ടയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നമുക്ക് ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മീനിൻ്റെ മുട്ട ഇതിൻ്റെ മേളിലത്തെ ആ തൊലി അങ്ങ് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നമുക്ക്. ഇതെന്ത് മീനിൻ്റെ മുട്ടയായിരുന്നു? ഓലത്തള, അതാണ് മീനിൻ്റെ പേര് കേട്ടോ. എനിക്കറിയില്ല. ഓലത്തള മീനിൻ്റെ മുട്ടയാണിത്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, ഗ്യാസ് കത്തിച്ചു. ഇനി ഇത് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി, ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നു. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് പൊടിവകകളൊക്കെ ചേർത്ത് കൊടുക്കാൻ സമയമാവും. അപ്പോൾ പൊടിവകകളിലൂടെ ചേർത്ത് ഇനി നമുക്ക് പൊടിവക ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ചിപ്പോൾ ചേർത്താൽ മതി. മീനിൻ്റെ മുട്ടയിൽ നിന്ന് വെന്ത് കിട്ടാനുള്ള ഉപ്പ് ചേർത്താൽ മതി. ബാക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് പൊടിവകയെല്ലാം നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മീനിൻ്റെ മുട്ട ഒന്ന് വെന്ത് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുക. കാരണം വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇപ്പം മീനിൻ്റെ മുട്ടയെല്ലാം ഇട്ടു. ഇനി ഇതൊന്ന് തിളച്ച് ഒരുപാട് സമയം വേണ്ട ഇനി, കാരണം ഇങ്ങനെ ഇട്ടത് കാരണം ഇനി പെട്ടെന്ന് അതായിക്കോളും. അല്ലെങ്കിൽ മീനിൻ്റെ മുട്ട വേവാൻ അധികം സമയം വേണ്ട. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനിടയ്ക്ക് ഒരു പ്ലേറ്റ് താഴെ വീണ് ഉടഞ്ഞിട്ടുണ്ട്. അതൊന്ന് വാരിയെടുക്കട്ടെ. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൂട്ടം കൂടെ ചേർക്കാനുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ അങ്ങനെ ചെറുതായിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് വെച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. വലുതായിട്ട് ഇളക്കേണ്ട, കാരണം മുട്ട ഒന്ന് വെന്താലേ ഉടഞ്ഞു കിട്ടൂ. ഇതൊന്ന് ചേർത്ത് തേങ്ങ ഒന്ന് ഇതിലേക്ക് ഒന്ന് മിക്സ് ആവുന്ന തരത്തിലൊന്ന് ഇളക്കിയാൽ മതി. എന്നിട്ട് നമുക്കിനി അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് നമുക്ക് തുറക്കാം. ഓക്കെ. അപ്പം നമ്മുടെ മീൻ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഉടച്ച് തോരൻ പോലെ കാക്കിയെടുക്കണം. നല്ല കട്ടിയുള്ള മുട്ടയായിരുന്നു കേട്ടോ. കുറച്ച് പാടുണ്ട് ഇത് ഉടയ്ക്കാൻ. ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നിങ്ങളറിയാതെ. പക്ഷേ ഇച്ചിരി കട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ തോലും കൂടി എടുത്തില്ലായിരുന്നെങ്കിൽ നല്ല പ്രയാസമായേനെ ഇത് ഉടച്ചെടുക്കാനായിട്ട്. കണ്ടോ? എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേന് ഇതൊന്നും കൂടി സെറ്റാവും. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രേ ഉടഞ്ഞ് വരുള്ളൂ കേട്ടോ. ഞാൻ മാക്സിമം നോക്കി. ഞാൻ ഇത് തട്ടി പൊട്ടി പോകുന്നു. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു പാത്രം പൊട്ടിയിട്ടിരിക്കുവാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉടഞ്ഞ് വരുള്ളൂ കേട്ടോ. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ മുട്ട തോരൻ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഒരാളെ വിളിച്ച് നോക്കട്ടെ. വന്ന ഭാഗ്യം കേട്ടോ. മോഹിത്തേട്ടാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വരുമോ? എനിക്ക് വയ്യാന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്നും കൂടെ ഞാൻ വിളിച്ചിട്ട് വരാം. ഞാൻ ലാസ്റ്റ് വന്നിട്ടുണ്ട് വിളിച്ചിട്ടേ. ഓക്കെ, എങ്ങനെ ഉണ്ടെന്ന് കൊള്ളാമോ? കൊള്ളാമോ? ഓക്കെ, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായത് കഴിക്കാൻ കൊള്ളാമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.